പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പോലെ തന്നെ ശ്രദ്ധേയമാണ് അദ്ദേഹം സഞ്ചരിക്കാറുള്ള തുറന്ന വാഹനം. അഹമ്മദാബാദ് സ്വദേശി ബവിൻ യാഗ്നിക്കാണ് ദീർഘനാളായി പ്രധാനമന്ത്രിയുടെ സാരഥി. ബവിൻ ഇത് ജോലി മാത്രമല്ല, തന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗം കൂടിയാണ്. കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ഉണ്ട്. കിരൺ, എല്ലാ റോഡ് ഷോയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ വാഹനം തന്നെയാണ്. ഇപ്പോൾ ആ വാഹനത്തിന്റെ ഒരു മേധാവി എന്ന് പറയുന്നത് അഹമ്മദാബാദ് സ്വദേശിയായ ബവിൻ യാഗ്നിക്കാണ്. അദ്ദേഹത്തിനോടൊപ്പം ദീർഘനാളായിട്ട് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ സാരഥിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അനു, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ പോലെ തന്നെ ആവേശമുള്ള ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഈ റോഡ് ഷോ സമയത്തെല്ലാം തന്നെ യാത്ര ചെയ്യാറുള്ള വാഹനവും അത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഈ വാഹനം രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് റോഡ് ഷോ നടന്നാലും ഒരേ വാഹനമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ വാഹനവുമായി യാത്ര ചെയ്യുന്നത്, അതായത് ഭാരതം മുഴുവനും യാത്ര ചെയ്യുന്നതും ഒരാളാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ സാരഥിയായി വളരെ കുറെ നാളുകളായിട്ടുള്ള ബവിൻ യാഗ്നിക്, അദ്ദേഹം അഹമ്മദാബാദ് സ്വദേശിയാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും അറിയാം. സർ, യു ആർ വെരി ലക്കി, സോ ലക്കി that you are so long with the Prime Minister. How do you feel? I think so. I have 2 years. मैं 2 साल से उनके साथ काम कर रहा हूँ और अपने आप को इतना लकी भाग्यशाली मानता हूँ कि मुझे जिसके साथ काम करने का मौका है, वो मौका मुझे बहुत कम लोगों को मिलता है जो आज मुझे मिला है. तो आई एम सो लकी. मैं अपने आप को बहुत खुशकिस्मत समझता हूँ. Modi ji is an ideal leader of India. Do you have any better experience with him? आइडियल तो हम समझते हैं वो पूरी दुनिया में है. उनका नाम और उनका काम करने का तरीका पूरी दुनिया जानती है. लेकिन आज मैं इतना ज्यादा खुश हूँ कि जैसे एक्सपीरियंस की बात है कि मैं जैसे उनकी गाड़ी रोड पे लेने निकलता हूँ, तो रोड पे निकलने के बाद लोग उनकी गाड़ी को देख के इतना खुश हो जाते हैं, इतना नारे लगाते हैं मोदी जी के. और वो जो देख के अपने को फील आता है मुझे कि मैं बहुत लकी हूँ कि मैं मोदी जी की गाड़ी अपने साथ लेके निकला हूँ और लोग इनको इतना प्यार करते हैं. जी, एक क्वेश्चन, what are the features used in your car for the road show? About your car and its features. The car was the based Isuzu Motors. हमने उनको अहमदाबाद में डिजाइन किया हुआ है स्पेशली मोदी जी के रोड शो के लिए. और मोदी जी के लिए हमने ये कार जब डिजाइन किया है तो वहाँ पे जब लेके निकलते हैं तो लोगों को देखने का नया एक्सपीरियंस मिलता है कि ऐसी कार बनाई है जो सिर्फ मोदी जी यूज करते हैं और उनके लिए परफेक्ट है, जो अहमदाबाद बेस है. This is the second time in 1 month you are visiting Kerala. What was the last experience? लास्ट हम 3 जनवरी त्रिशूर में रोड शो किया था सर के साथ. और वहाँ के लोगों का और उनके विचारों का हमको इतना प्रभाव मिला, हम बहुत खुश हुए. और कुदरत ने हमको दोबारा ये मौका मिला कि हम आज फिर से कोची में खड़े हैं और कोची में आज उनका हिस्सा, उनकी रोड शो का एक पार्ट बनने जा रहे हैं. यहाँ के सभी लोग हम उनके साथ हैं और हम हर हमेशा उनके साथ रहे, ऐसी दुआ मांगते हैं. ഓക്കെ, താങ്ക് യു ജി. അനു, ഏതായാലും അദ്ദേഹത്തിന് ഇനി SPGയുടെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, അതിന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പിരിഞ്ഞിരിക്കുകയാണ്. ഏതായാലും വലിയൊരു കാര്യം തന്നെ, അതായത് അദ്ദേഹം കഴിഞ്ഞ 2 വർഷത്തോളമായി തന്നെ പ്രധാനമന്ത്രിയോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ റോഡ് ഷോകളിലെല്ലാം തന്നെ വലിയൊരു സാന്നിധ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുന്ന ആ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബവിൻ യാഗ്നിക്കാണ്. ഏതായാലും വലിയധികം കാര്യങ്ങൾ അദ്ദേഹം കുറെ നീണ്ടകാലമായിട്ട് തന്നെ പ്രധാനമന്ത്രിയോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യാൻ കഴിയുന്നു. ഏതായാലും അദ്ദേഹം കഴിഞ്ഞ തവണ കേരളത്തിൽ എത്തിയതിലടക്കമുള്ള എക്സ്പീരിയൻസ്, അതായത് 1 മാസത്തിനിടയിൽ ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിലുണ്ടാവുന്നത്. ഏതായാലും കഴിഞ്ഞ തവണയും വലിയ തരത്തിലുള്ള ഒരു പിന്തുണ കിട്ടി, അല്ലെങ്കിൽ അത്തരത്തിലൊരു വലിയൊരു സ്വീകരണം തന്നെയായിരുന്നു ലഭിച്ചത് എന്ന് തന്നെയാണ് ഏതായാലും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അനു, ശരി, എന്തായാലും പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന ആ വാഹനവും അതിന്റെ സാരഥിയും ബവിൻ യാഗ്നിയുടെ വിശേഷങ്ങളാണ് കിരൺ നമ്മളോടൊപ്പം പങ്കുവച്ചത്.